ചീത്ത പറയാൻ അറിയൂ, വേറെ ഒന്നും വരുന്നില്ല വായിന്ന്. വാപ്പായന്റെ ബഷീർ എന്തിയേ? പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും സ്വന്തം ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് പോകുന്നവരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അല്ലെ? എന്നാൽ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചില്ല എന്ന കാരണം കൊണ്ട് സ്വന്തം ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് പോയ ഒരാളെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഫാമിലി എന്ന് പറയുന്നത് ഓൾറെഡി ഇവർ ഖത്തറിൽ സെറ്റിൽ ആയ ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയുടെ കുടുംബനാഥന്റെ പേര് എന്ന് പറയുന്നത് ബഷീറാണ്. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയും 2 പെൺമക്കളും ഉണ്ട്. അങ്ങനെ അവരുണ്ടായിരിക്കെ തന്നെ പുള്ളിക്കാരൻ എന്താക്കുന്നു, മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇതര സ്ത്രീകളുമായി ചാറ്റിംഗ് ആരംഭിക്കുന്നു. ഇതെന്താക്കുന്ന ഒരു അവസരത്തിൽ മക്കൾ പിടികൂടുന്നു. അന്നേരം എല്ലാവരും കൂടി ചോദ്യം ചെയ്ത സമയത്ത് പുള്ളിക്കാരന്റെ ന്യായീകരണം എന്താണെന്ന് അറിയോ? എനിക്കൊരു ആൺകുഞ്ഞില്ല, ഒരാണിനെ പ്രസവിക്കാതെ ഒരു ഭാര്യയും കുടുംബത്തിനെ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? അതും പറഞ്ഞിട്ട് എന്താക്കുന്നു, ഭാര്യയും 2 പെൺമക്കളെയും പുള്ളിക്കാരനെ ചവിട്ടി പുറത്താക്കുന്നു. അതിനായി ആദ്യം അയാൾ ചെയ്ത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ആ സമയത്ത് മക്കളുടെ എക്സാം നടക്കുകയായിരുന്നു ഖത്തറിൽ. പുള്ളിക്കാരൻ എന്താക്കി, സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പോയി അവിടുന്ന് TC വാങ്ങിച്ച്. നോക്കണേ നിങ്ങൾ ചെയ്ത്. അവസാനം ഗത്യന്തരമില്ലാതെ ഈ ഭാര്യയും മക്കളും എന്താക്കി, കേസിന് പോയി. അങ്ങനെ കേസിന് പോയ പുള്ളിക്കാരൻ അവിടെ എന്താക്കി, വേറൊരിട ഇറക്കി. പുള്ളിക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് എന്താക്കി, ഒരു ട്രാൻസ്ഫർ ലെറ്റർ വാങ്ങിച്ചു, സൗദിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന രീതി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഫാമിലി വിസയിൽ വന്ന് അവിടെ സെറ്റിൽ ആയവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന്റെ കുടുംബനാഥന് ഇതേമാതിരി ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് അവർക്ക് എവിടെ താമസിക്കാൻ പറ്റത്തില്ല. ആ കാരണം കൊണ്ട് എന്താക്കുന്നു, ആ 2 പെൺകുഞ്ഞുങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതാകുന്നു. അങ്ങനെ അവരെന്താക്കുന്നു, നാട്ടിലേക്ക് ബാക്ക് ചെയ്യുന്നു. ഇവർക്ക് നാട്ടിലാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീടുണ്ട്. ഖത്തറിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ലീവിൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീടുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇവരെന്താക്കുന്നു, നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് സ്വന്തം വീട്ടിലേക്ക് കയറാൻ നോക്കിയ സമയത്ത് അവിടെയാണ് മറ്റൊരു നമ്മൾ ഇയാൾ ഒപ്പിച്ച് വെച്ചത്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടെ ഇയാൾ എന്താക്കിയെന്നറിയോ, നാട്ടിലേക്കൊന്ന് വന്ന് എന്തിട്ട് എന്താക്കിയെന്ന് അറിയോ, ഈ വീട് എന്താക്കി അനിന്റെ പേരിൽ എഴുതി കൊടുത്ത് അങ്ങ് വീണ്ടും ഖത്തറിലേക്ക് കയറി. ഇവരിതൊന്നും അറിയാണ്ട് വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്ന സമയത്താണ് ഈ സത്യം മനസ്സിലാക്കുന്നത്. അനിന്റെ പേരിലേക്ക് ആക്കിയത് മാത്രമല്ല, അവിടെ വാടകയ്ക്ക് വേറെ ആൾക്കാരെ താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇവർക്ക് ആ വീട്ടിന് മുന്നിൽ വെച്ചൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു. ഏത് ചങ്ങാതി കൂട്ടം എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു ഇവരെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും അതിലെ ഉമ്മാക്കും മക്കൾക്കും പറയാനുള്ളത് എന്താണെന്നുള്ളതൊന്ന് കണ്ടോക്കാം. എന്റെ കുറച്ച് ഗോൾഡ് നിങ്ങൾ 6 മാസം ജോലി ഇല്ലാതെ നിന്ന സമയത്തായി വീട് വെച്ചത്. അപ്പൊ കുറച്ച് ഗോൾഡൊക്കെ അല്ലാതെ ഇല്ലറയായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കുറെ. അപ്പം നമ്മള് ആ സമയത്ത് ഇവിടെ താമസിച്ചിരുന്നത് കുറച്ചാണ്. അപ്പൊ ഇത് പണി വരുന്നപ്പോ ഇങ്ങോട്ട് കയറി. കുറെ നാള് താമസിച്ചിരുന്ന വീടാണ് ഇവിടെ. ഞങ്ങൾ എല്ലാ ലീവിനും പോയിട്ട് ഇവിടെയാണ് വന്ന് ഇറങ്ങുന്നത്. അവർക്ക് വീട്ടിൽ കാരണം എനിക്ക് പഠിക്കണമെന്നുണ്ട്. വാപ്പ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്കൊരു വിഷമം. വീട് വേണം. ഞങ്ങൾ ഇത്രയും നാളും അവിടെ എബ്രോഡും ഇവിടെ ആയിട്ടായിരുന്നു നിന്നത്. ഇപ്പോഴും പെട്ടെന്ന് വിസ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും അറിയുന്നത് വീട് ഞങ്ങൾ വേറെ എഴുതി കൊടുക്കുന്നു. ഞങ്ങൾക്ക് അനിയന്റെ പേർക്ക് ഇയാള് 10 ദിവസത്തെ ലീവിന് വന്നിട്ട് ഇയാള് അനിയന്റെ പേർക്ക് ഞങ്ങൾ അറിഞ്ഞില്ല. അനിയന്റെ പേർക്ക് ധനനിശ്ചയം ചെയ്ത് വെച്ചിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടാതിരിക്കാം, ഇവർക്ക് കിട്ടാതിരിക്കാം ധനനിശ്ചയം ചെയ്ത്. പിന്നെ എപ്പോഴും കണ്ടാ ഞങ്ങൾ അറിഞ്ഞത്, ഏതോ പേപ്പർ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്തൊരു കഷ്ടാണെന്ന് നോക്കി. ഇതൊക്കെ കൊടും ക്രൂരതാണ്. ഓൾറെഡി മക്കളെ എക്സാം എഴുതാൻ അനുവദിച്ചില്ല, അതിന് കൂട്ടത്തിൽ ഇതും കൂടി ആകുന്ന സമയത്ത് ഇയാൾ മാസങ്ങളോളായി ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ക്യാഷ് ഇല്ലാഞ്ഞിട്ടൊന്നല്ല, പൂത്ത ക്യാഷ് കയ്യിലുണ്ട്, പക്ഷെ കൊടുക്കൂല. കാരണം ഇയാൾക്ക് ഈ ഭാര്യയും മക്കളും വേണ്ട. അതന്നെ അവസാനം ഗത്യന്തരമില്ലാതെ ഈ ഭാര്യ തന്നെ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ അവർക്ക് അവിടെ ഒരു സ്കൂളിൽ ട്രാൻസ്ഫർ വിഭാഗത്തിൽ ജോലി കിട്ടി. അതിൽ നിന്നും കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ അവർ പോറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ ഖത്തറിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത്. ഇനി പുറത്താക്കിയത് പോട്ടെ, നാട്ടിൽ വന്ന് ആദ്യം തൊട്ടൊരു സ്കൂളിൽ ജോയിൻ ചെയ്ത് അവിടെ വീട്ടിൽ ഇവർ താമസിക്കാമെന്ന് കരുതിയപ്പോൾ ഇതാണ് അവസ്ഥ. അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വീട് സ്വന്തം അനിയന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്തൊരു ക്രൂക്കടും അതിൻ്റെ അവിടെ നോക്കി നിങ്ങൾ. എന്തായാലും ഇവർ കയറി താമസിക്കാനുള്ള കോർട്ട് ഓർഡർ വാങ്ങിച്ചെടുത്ത് കേട്ടോ. ആ കോർട്ട് ഓർഡർ ആയിട്ട് ഇവർ വീട്ടിലേക്ക് പോയ സമയത്ത് ഈ അനിയൻ എന്താക്കി, വീട് ലോക്ക് ചെയ്ത് അങ്ങ് പുറത്തേക്ക് പോയി. ലോക്ക് ഓർക്കാണ്ട് വീട്ടിലേക്ക് കയറാൻ പറ്റൂലല്ലോ. അപ്പൊ ആ കോർട്ട് ഓർഡറും കൊണ്ട് ആ കയറാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ഇവർ വീഡിയോ ചെയ്തത്. എന്തായാലും അമ്മക്കും മക്കൾക്കും പറയാനുള്ള ബാക്കി കൂടി ഒന്ന് കണ്ടോക്കാം. ഞങ്ങൾക്ക് വീട് കിട്ടിയാൽ മതി, വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അയാൾ കെട്ടിയ എന്തോന്നാ ചെയ്യട്ടെ. പിള്ളേരെവിടെ താമസിക്കും? അവര് പഠിത്തം കളഞ്ഞു, അവരുടെ ലൈഫ് എല്ലാം പോയി. ആകെപ്പാട് ഡിപ്രഷനിലാണ് അവർ നിൽക്കുന്നത്. എൻ്റെ ഒരു സപ്പോർട്ടേ ഉള്ളൂ ഇവർക്ക്. വല്ലാത്ത കണ്ടീഷനിൽ നിന്നൊക്കെ നിന്ന് ഞാൻ ഇതാക്കി കൊണ്ടുവരേ. അവർക്കിപ്പം നിൽക്കാനിടവില്ല. പഠിത്തം കുളവാക്കി, എക്സാം എഴുതാനൊന്ന് വെയിറ്റ് പോലും ചെയ്തില്ല. ഓടിപ്പോയി TC വാങ്ങിച്ചു. അവിടെയും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് എക്സാം കഴിഞ്ഞിട്ട് വരാൻ സമ്മതിച്ചില്ല. ഒരു വാപ്പാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, കുട്ടികളുടെ വാപ്പ. കോടതിയിൽ നിന്ന് വേണ്ട പേപ്പർ കയറിക്കോന്ന് പറഞ്ഞു പോലീസുകാര്. ഞങ്ങൾക്ക് ഇവിടെ കയറാനുള്ള അനുമതി കിട്ടി.
പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പേപ്പറും കൊണ്ട് ഒരു 5-6 മണിക്കൂർ നിന്നിട്ടൊന്നും എന്തോ എനിക്കറിയില്ല MLA ആയിട്ടുണ്ട്. എന്നിട്ട് ഇനിയൊരു കുടുംബം ഉണ്ടാക്കാൻ അയാൾ തയ്യാറായി നിൽക്കുക. മാട്രിമണിയിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തു. പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിംഗ് ആയിരുന്നു വീട്ടിൽ വെച്ച്. ഞാനിതൊന്നും അറിയുന്നില്ല. ഇവർക്ക് നിസ്സാരമാണ്. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്സാരം. ഇഷ്ടം പോലെ വേറെ കിട്ടുമല്ലോ. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇവരുടെ ഇത്. മണിക്കൂറുകളോളം ഇങ്ങനെ സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ അല്ലേ. ഇവർക്ക് ഈ ഖത്തറിൽ നിന്ന് വന്ന് വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ കോർട്ട് ഓർഡർ കിട്ടുന്നത് വരെ ഇവര് നിന്നത് ഈ ഭാര്യയുടെ അനിയന്റെ വീട്ടിലായിരുന്നു. പുള്ളിക്കാരനെ കുറെയൊക്കെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇവർ ഇങ്ങനെ ആയത്. ഇല്ലാന്നുണ്ടെങ്കിൽ തെരുവിലായി പോയേനെ. എന്തായാലും ഈ അനിയന് പറയാനും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. പുള്ളി വിവാഹ പരസ്യമൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിവാഹ മോചനത്തിനായിട്ട് കോടതി സമീപിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടികളുടെയും ഈ ഭാര്യയുടെയും മുമ്പിൽ വെച്ചാണ് ഈ പുതിയ വിവാഹം അയാൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈനിൽ കൂടെ പുതിയ സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുക. അതിൻ്റെയൊക്കെ ചാറ്റും അതിൻ്റെയൊക്കെ ഓഡിയോയും എല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട്. കുട്ടികൾ തന്നെ രഹസ്യമായിട്ട് അത് എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ ഫാദർ അവരെ മുമ്പിൽ നിന്നാണ് ഒരു റൂമിലിരുന്ന് ഖത്തറിൽ ഒരു റൂമിലിരുന്നാണ് ഈ ലാപ്ടോപ്പിൽ ഈ മറ്റ് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുക, ആ ഫോട്ടോ അയച്ചു തരിക, വീഡിയോ കോൾ ചെയ്യുക, പുതിയ വിവാഹത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളും വളരെ ഡിപ്രഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരെ ഒരുപാട് പീഡനങ്ങൾ ഖത്തറിൽ വെച്ച് അവർ അനുഭവിച്ചു. അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇപ്പോൾ TC വാങ്ങിച്ചിട്ട് സ്കൂളിൽ നിന്ന് നിർബന്ധപൂർവ്വം ഖത്തറിലെ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ച് അവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പോഴാണെങ്കിൽ എക്സാം ഒക്കെ നടക്കുന്ന സമയമാണ്. അത് അപ്പോൾ അവർക്ക് അഡ്മിഷൻ ഒന്നും ആയിട്ടില്ല. അവരിപ്പോൾ പഠനം പോലും നഷ്ടപ്പെട്ടു വന്ന് നിൽക്കുകയാണ്. എല്ലാ തെളിവുകളും എടുത്തു വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. വല്ലാത്തൊരു ഗതി കിട്ടൊരവസ്ഥ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇതിനേക്കാളും ഏറ്റവും ഭയാനകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ബഷീർ എന്ന് പറയുന്നതിന്റെ ഉമ്മ ഇതിന് ഭയങ്കര സപ്പോർട്ടാണെന്നുള്ളതാണ്. ഇപ്പൊ ഈ ഭാര്യയായിട്ടുള്ള സ്ത്രീ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രസവിച്ചത്. അതിന്റെ പേരിൽ അമ്മായിമ്മ ഉണ്ടാക്കിയ തല്ലും വീട് എന്ന് പറയുന്നുണ്ട് വളരെ വലുതാണ്. ഇവളുടെ പ്രശ്നം കൊണ്ടാണ് മക്കളില്ലാത്തതെന്നൊക്കെ അതിനെ പറഞ്ഞുണ്ടാക്കായിരുന്നു. അങ്ങനെ ലേറ്റ് ആയിട്ടാണെങ്കിൽ 2 മക്കളെ പ്രസവിച്ച് എന്നിട്ട് പ്രസവിച്ചേ പോയോ ആൺമക്കളില്ലാത്തതാണ് അർത്ഥ പുകില്. അതിന്റെ പേരിൽ കുറെ പ്രശ്നം ഉണ്ടാക്കി. ഇതൊക്കെ ഒരുപാട് ബഷീറിൽ ഇൻഫ്ലുവൻസ് ആക്കി എന്ന് തന്നെ വേണം പറയാൻ. ഇടയ്ക്കിടെ പറയുമായിരുന്നു പോലും ഇവരൊക്കെ ഒഴിവാക്കി വേറെ കല്യാണം നോക്കണം എന്നുള്ളത്. അവസ്ഥ നോക്കി നിങ്ങൾ. സാധാരണ ഇതിൽ പല അമ്മായിമ്മമാർക്കും മരുമക്കളെ പിടിക്കാറില്ല, അത് ഓക്കെയാണ്. എന്നാൽ പേരമക്കളോടെങ്കിലും കുറച്ച് സ്നേഹം ഉണ്ടാവുമല്ലോ അല്ലെ. ഇത് അതുപോലില്ല എന്നുള്ളതാണ്. എങ്ങനെ ഇവർ ഇത്രയും കാലം ഈ അമ്മായിമ്മന്റെയും ഭർത്താവിന്റെയും നടുവിൽ ജീവിച്ചു എന്നുള്ളതാണ്. സമ്മതിച്ചു കേട്ടോ. എന്തായാലും ലോക്ക് തുറക്കില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ഇവരെന്നെ എന്താക്കി ലോക്ക് തല്ലിപ്പൊളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവർ ലോക്ക് തല്ലിപ്പൊളിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഹാൻഡിൽ ഊരി ഒന്ന് ആദ്യം ഞാൻ ഇവിടെ ഇത് മാത്രം വേണ്ട അത് വേണ്ട. കുറച്ച് അളവ് വന്നിട്ടുണ്ട്. അത് വെച്ചടിക്കാ അത് അങ്ങോട്ട്. അത് ഞാൻ തിരിച്ച് വെച്ചതാ കോട്ട്. അപ്പൊ മണിക്കൂറുകളോളം നമ്മളെ ശ്രമങ്ങൾ കൊണ്ടുപോയി വീട്ടിന്റെ വാതിൽ തുറന്നു കേട്ടോ, ലോക്ക് പൊട്ടി. പക്ഷെ ഇവര് ലോക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഭവം നടക്കും. ഇവരുടെ വീട്ടിന് തൊട്ടടുത്താണ് അമ്മായിമ്മന്റെ വീട് എന്ന് പറയുന്നത്. പോരെ അപ്പൊ ഇവര് ലോക്ക് പൊട്ടിക്കുന്ന ശബ്ദം കേട്ടിട്ട് എന്താക്കി അമ്മായിമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ അങ്ങോട്ടുണ്ടായത് തെറിയുടെ പൊടിപൂരാണ്. എന്തായാലും ആ തെറികളുടെ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. അറിയൂ വേറൊന്നും വരുന്നില്ല വായിന്ന്. നാളെ കെട്ടുന്നു. ബഷീർ എന്തിയെ ബഷീർ എന്തിയെ ബഷീർ വാപ്പായന്റെ ബഷീർ എന്തിയെ ഞങ്ങള് തന്നെയാണ് പൊട്ടിച്ചു തുറന്നു കയറിയത്. ഇതുവരെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോ ചാവി ഒന്നും കിട്ടിയില്ല. അവര് ചാവി ഒന്നും തന്നില്ല തുറന്ന് കേറാൻ വേണ്ടി. ഞങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കണമെന്നാണ്. അപ്പൊ ഇവിടെ നിക്കണം. ഞങ്ങൾ തന്നെ പൊട്ടിച്ചു കയറി. വല്ലാത്തൊരവസ്ഥ കേട്ടോ. എന്തായാലും മക്കൾ നല്ല ബ്രേവാണ്. ഇവരെ തുറന്ന് ചോദിക്കുന്നുണ്ട് ബാപ്പ എന്ത് എന്റെ ബഷീർ ബാപ്പ എന്ത് ചെയ്യുന്നുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഈ മക്കൾക്ക് പറയാനുള്ളതെല്ലാം. പിന്നെ അമ്മായിമ്മ ഇടയ്ക്കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ കയറിയാലും ചവിട്ടി പുറത്തേക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ. എന്തായാലും ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇനി പലരും കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്, ബ്രോ അതർ സൈഡ് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്നുള്ളത്. ഇപ്പൊ ഈ സംഭവം നടത്തിയിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളോളായി. ഇന്നേ വരെ അതർ സൈഡ് എന്നുള്ള റിപ്ലൈ പോലും വന്നിട്ടില്ല. വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വരേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതർ സൈഡും കൂടി സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് ഈ ഭാര്യയുടെയും പെൺമക്കളുടെയും അവസ്ഥയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.